Hello guys, welcome to market analysis video. So ഫ്രൈഡേ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ക്ലോസ് ആയത്. ബാങ്ക് നിഫ്റ്റിയും ഒരുപോലെ നല്ലൊരു സ്ട്രെങ്ത് ഉള്ള റാലി തന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി മൺഡേയിലേക്കുള്ള ട്രേഡ് സെറ്റപ്പ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇതേപോലുള്ള ഒരു റാലി നമുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് ഇതിന് മുമ്പത്തെ വീക്കിൽ വ്യാഴാഴ്ച എക്സ്പയറി ഡേയുടെ അന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. സോ അതിനുശേഷം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 5 ദിവസം മാർക്കറ്റ് സൈഡ് വൈസ് ആയിരുന്നു. പിന്നെ ഫ്രൈഡേ ആണ് ഒരു നല്ലൊരു മൂവ്മെന്റ് തന്നത്. സോ മാർക്കറ്റിൽ ഇതിന്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ടല്ല മൂവ് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം നല്ലൊരു റാലി തന്നാലും പിന്നെ കുറച്ച് ദിവസം മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് മൂവ്മെന്റ് ചെയ്യാൻ ഒരു പോസിബിലിറ്റി നമുക്ക് മുമ്പ് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഫ്രൈഡേ നമുക്ക് നല്ലൊരു റാലി കിട്ടിയത് നമ്മൾ അത് തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. മാർക്കറ്റിൽ മൺഡേ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ട്രേഡ് എടുക്കുകയാണ്. അല്ലാണ്ട് നമുക്ക് ഫ്രൈഡേ ഒരു നല്ല മൂവ്മെന്റ് കിട്ടിയത് കൊണ്ട് മൺഡേയും അങ്ങനെ ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ചിലപ്പോൾ മൺഡേ നമുക്ക് സൈഡ് വൈസ് മാർക്കറ്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അപ് സൈഡ് മാത്രം അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ മാത്രം പോകില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കുക, അതൊക്കെ തിരിച്ചറിയുക. കാരണം ഓരോ ദിവസവും ഓരോ പാറ്റേണിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. സോ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ഫ്രൈഡേയിൽ നല്ലൊരു ട്രേഡ് കിട്ടിയെങ്കിൽ നിങ്ങൾ ചിലപ്പം അടുത്ത മൺഡേ ആവുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ട്രേഡ് തന്നെ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ മാർക്കറ്റിൽ ആവശ്യമില്ലാത്ത ട്രേഡ് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എന്ത് കണ്ടീഷനാണോ ഉണ്ടാവുന്നത് തിരിച്ചറിഞ്ഞ് മാത്രം ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. സോ എനിവേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലെവൽസ് ഒക്കെ നോക്കാം. എന്തൊക്കെ ലെവൽസുകളാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡെയിലി ക്യാൻഡിലാണ്. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഡെയിലി ചാർട്ടാണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലാണ്. ഇവിടെയും നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനിടയ്ക്കുള്ള ക്യാൻഡിൽ നിങ്ങൾക്ക് ഒരേ ഒരു ഏരിയയിൽ തന്നെ ഒരു 4-5 ദിവസം മാർക്കറ്റ് കൺസോളിഡേഷൻ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെ മുമ്പ് ഒരു പാറ്റേൺ നമ്മൾ കാണുമ്പോൾ അതുകൂടി നമ്മൾ മനസ്സിൽ വെച്ചാൽ നല്ലത്. കാരണം ഇനി ചിലപ്പോൾ ഇവിടെ നിന്ന് ഇതേപോലുള്ള ഒരു കൺസോളിഡേഷൻ ആയിരിക്കും കുറച്ച് ഒരു 2-3 ദിവസം നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യാം. മാർക്കറ്റ് ഒരു നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് തന്നാൽ നെക്സ്റ്റ് ഡേയിൽ ചിലപ്പോൾ അതൊരു വീക്ക് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയാണ് നിഫ്റ്റിയെക്കാളും സ്ട്രോങ് ആയിട്ട് മൂവ്മെന്റ് ചെയ്യുന്നത്. കാരണം ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ആയി ഒക്കെ ക്രോസ് ചെയ്തിട്ട് ഇവിടെ ഒരു കൺസോളിഡേഷൻ നടക്കുമ്പോഴും നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെന്റ് ഹൈ ലെവലിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് കണ്ടാൽ മനസ്സിലാവും. കാരണം നിഫ്റ്റി ഒരേ ഒരു പ്ലേസിൽ തന്നെ മാർക്കറ്റ് കൺസോളിഡേഷൻ ആയിരിക്കുമ്പോൾ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റിയുടെ ബൈയിങ് സ്വിങ് നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പം ഓൾ ടൈം ഹൈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരുപോലെ ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി മാർക്കറ്റ് ഈ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്തിട്ടാണുള്ളത്. ഇനിയിപ്പോ ഈ ഒരു സ്വിങ് ഹൈ എന്ന് പറയുന്നത് കഴിഞ്ഞ ഓൾ ടൈം ഹൈ, അതായത് ഇതിന് മുമ്പുള്ള ഓൾ ടൈം ഹൈ ഉള്ള ആ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ലൊക്കേഷൻ ഇവിടെ ഈ ഒരു ലൈന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റ് ഇനി ഇതിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സെല്ലിംഗ് സ്വിങ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ റീടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ ഇത് ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ ഇതൊന്ന് റീടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ആദ്യം നമ്മൾ കാണും. അതായത് മാർക്കറ്റ് ഇനി അടുത്ത മൂവ്മെന്റ് വരികയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് വന്ന് ഇവിടെ വീണ്ടും ടെസ്റ്റ് ചെയ്ത് ഒന്ന് ഹൈയിലേക്ക് പോകും. മാർക്കറ്റ് ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈ, അതായത് ഈ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇനി മുമ്പോട്ട് പോവുകയാണെങ്കിലും ഒരു പോസിബിലിറ്റി, അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട്. അപ്പൊ 3 പോസിബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും ചാൻസ് ഇത് വീണ്ടും ഒരു റീടെസ്റ്റിന് ഈ ഒരു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതുപോലെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ ആദ്യം ഇന്നത്തെ ഹൈ എടുക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ഇന്ന് ക്ലോസ് ആയിട്ടുള്ളത് 25,790 ആണ്. സോ അതിന്റെ മുകളിൽ നമുക്ക് റൗണ്ട് ലെവൽ വരുന്നത് 25,800 ആണ്. സോ ഇനി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ലെവൽസ് അതാണ്. മാർക്കറ്റ് ഈ ഒരു ലെവൽസിന് മുകളിൽ പോവുകയാണ്, അവിടെ സസ്റ്റെയിൻ ചെയ്യാണ്, അവിടെ തന്നെ ട്രേഡ് അടക്കുകയാണ്, നമുക്ക് ഒരു 26,000 ഒക്കെ ഈ മന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതല്ല മാർക്കറ്റ് ഇനി ഒരു റിവേഴ്സൽ വരികയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽ 25,500 ആണ്. സോ ബാങ്ക് നിഫ്റ്റിയിലും
നിഫ്റ്റിയിലും ഒരുപോലെ ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവൽസുകൾ ഒന്ന്, ഇന്നത്തെ ആ ക്യാൻഡിന്റെ ഹൈയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ 53,361 നിഫ്റ്റിയിലാണെങ്കിൽ 25,500 ആണ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇനി ഉണ്ടാകുക. സോ ഈ ലെവൽസിലേക്ക് വീണ്ടും റിവേഴ്സ് ആയിട്ടുള്ള ഒരു റീടെസ്റ്റ് ഉള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് നോക്കാനുള്ളത്. അടുത്തത് നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കാം. അതിൽ എന്തൊക്കെ ലെവൽസുകളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽസുകളൊക്കെ നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ഈ ഒരു ഹൈ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ലെവൽസുകൾ നിഫ്റ്റിയിൽ. പിന്നെ ലെവൽസ് നോക്കുകയാണെങ്കിൽ 25,800 അതൊരു ഇപ്പൊ ക്ലോസ് ആയതിന് ജസ്റ്റ് മുകളിലൊരു റൗണ്ട് ലെവലാണ്. സോ അതിന്റെ മുകളിലും സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഈ വീക്കിൽ ഒരു അപ്സൈഡ് മൂവ്മെന്റിലേക്കുള്ള ഒരു റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നോക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ 25,500 എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലും കൂടി നമുക്ക് നോക്കാം. സോ ഇതൊരു ലോ ആണ്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടാക്കിയ ആ ഒരു റാലിയിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് കാണിച്ചിട്ട് പിന്നെ അത് റിവേഴ്സ് ആയിട്ട് ഹൈ തന്നെ ക്ലോസ്. അതുകൊണ്ട് മാർക്കറ്റ് ഒരു സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം മാർക്കറ്റിൽ ഇത്ര ഒരു സെല്ലിംഗ് ഉണ്ടായിട്ടും ഒരു സ്പൈക്ക് ഉണ്ടായിട്ടും മാർക്കറ്റ് അന്നത്തെ ദിവസം ഒരു അതിന്റെ ഹൈ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. ഈ ഒരു നല്ലൊരു ഷാർപ്പ് ക്യാൻഡിലിനെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ട് ഹൈയിൽ വന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇതുവരെയുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ നോക്കേണ്ട ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു ലോ, സ്വിംഗ് ലോ ആണ്. മാർക്കറ്റിൽ ഈ ഒരു ലെവൽ, അതായത് 25650 ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതാണ് ലാസ്റ്റ് സ്വിംഗ് ലോ എന്ന് പറയുന്നത് കഴിഞ്ഞ ട്രേഡിംഗ് ലൈൻ. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് ഇൻകേസ് നാളെ ഒരു ഗ്യാപ്പ് അപ്പിലോ ഗ്യാപ്പ് ഡൗണിലോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട്, മിക്കവാറും ഗ്യാപ്പ് അപ്പിൽ തന്നെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ലെവലൊക്കെ വന്ന് ഈ ലെവലിൽ ചിലപ്പം നമുക്ക് റീടെസ്റ്റ് ചെയ്യണമെന്നില്ല. ഈ ലെവലിന്റെ അടുത്തൊക്കെ എത്തിയിട്ട് ഒരു റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റിൽ ഒരു ബുള്ളിഷാണ്, ഓൾറെഡി മാർക്കറ്റ് ബുള്ളിഷാണ്. പിന്നെ ഈ ഒരു ലെവലിന്റെ ഒരു റീടെസ്റ്റ് നടന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അപ്സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ നമ്മൾ വീക്ക്നെസ് സെല്ലിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ വീക്ക്നെസ്സിൽ ഐഡന്റിഫൈ ചെയ്യണം. കാരണം മാർക്കറ്റ് ബുള്ളിഷ് ആകുമ്പോൾ അപ്സൈഡിലേക്കുള്ള ട്രേഡ് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ലോവർ സൈഡ് നമ്മൾ നോക്കുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസുകളൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നല്ല സ്ട്രോങ് സെല്ലിങ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു പാറ്റേൺ കാണുന്നത് ഒരു ട്രെൻഡ് ലൈന് വരക്കുകയാണെങ്കിൽ, സോ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനും കൂടി നമുക്ക് വരച്ചിട്ട് ഇതൊക്കെ ബ്രേക്ക് ചെയ്യണം. മാർക്കറ്റ് വന്ന് താഴെ വന്നിട്ട് ഈ ഒരു ലെവല്, ഈ ട്രെൻഡ് ലൈനും അതുപോലെ ഈ ഒരു സപ്പോർട്ടും ഇവിടെ നിന്നൊക്കെ ബ്രേക്ക് ചെയ്ത് നല്ല സ്ട്രെങ്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ലോവർ സൈഡിലേക്കുള്ള ട്രേഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ബൈയിങ് സൈഡ് തന്നെയാണ്. സോ ഫസ്റ്റ് ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. കാരണം ഇവിടെയാണ് ലാസ്റ്റ് മാർക്കറ്റ് സ്വിംഗ് ഹൈ ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. സോ ഈ ട്രെൻഡ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെയുള്ള ലെവൽസുകൾ വരുന്നത് ഇവിടെയാണ്, ഈ ഒരു ഏരിയയിൽ 53,250 എന്നുള്ള ഏരിയയിൽ വരും. സോ അപ്സൈഡിലേക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണ്. മാർക്കറ്റ് നല്ല ഓപ്പൺ ചെയ്ത് ഒരു വീക്കായിട്ടുള്ള സെല്ലിംഗ് ഒക്കെ തന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഇവിടുന്ന് ഒരു റിവേഴ്സിൽ കാണിക്കുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് നോക്കാനും, അല്ലെങ്കിൽ ഈ ലെവൽസുകൾ ടെസ്റ്റ് ചെയ്ത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡ് നോക്കാനും പറ്റും. സോ ഇതൊക്കെയാണ് മൺഡേയിലേക്കുള്ള ഒരു ട്രേഡ് പ്ലാന്. ഏതായാലും മൺഡേ നമ്മൾ ഓപ്പൺ ചെയ്ത പാടന്നെ ട്രേഡിലേക്ക് നോക്കാതെ മാർക്കറ്റിന്റെ കണ്ടീഷൻ, മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതുപോലെ ട്രേഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി മാർക്കറ്റ് ഉണ്ടോ എന്ന് കൂടി നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. കാരണം ഒരു റാലി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരിക്കും. മാർക്കറ്റിന് ഒരേ ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യില്ല.
മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്യും, എന്നിട്ട് ഒരു റാലി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു റാലി നമുക്ക് ഫ്രൈഡേ ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ചിലപ്പോൾ ഒരു കൺസോളിഡേഷൻ ആയിരിക്കാം എക്സ്പെക്ട് ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.